ഹലോ ഗൈസ്, അപ്പോൾ ചേട്ടൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഐസ്ക്രീം പൊട്ടിച്ചിട്ട് എല്ലാവർക്കും വീതിക്കാൻ പോകണം. എല്ലാവർക്കും വീതിക്കാനുള്ളത് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ ഈ കുട്ടി ധ്രുവിനെ എണീപ്പിക്കാനുള്ള ശ്രമം. ചോക്ലേറ്റ് അല്ലേ ഇത്? സ്പാനിഷ് കിട്ടിയോ? കള്ളം പറഞ്ഞാണല്ലേ ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അച്ഛന് 2 സ്കൂപ്പ് കൊടുക്കണേ, പിന്നെ ജയിച്ചവർക്കൊക്കെ കൊടുക്കണേ. ചേട്ടോ എല്ലാവർക്കും 50-50. ഇങ്ങനെ ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് വേണം വീട്ടിലേക്ക് പോകാൻ തിരിച്ച്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോവാണ്. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. കേറിയിരുന്നു കേട്ടോ. ടാറ്റ ഇല്ല ടാറ്റ ചിറ്റെ പോവാണ്. പോവാനായിട്ട് ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഊബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എത്രയാവും കണ്ണാ പോവാ. ടാറ്റ ഈ കുട്ടി കണ്ണിന് ടാറ്റ കൊടുത്തേ പോവാണെന്ന് പറ. ടാറ്റ അവളതിനുള്ളിൽ കുത്തിക്ക് കളിയാണ്, ഭയങ്കര കളിയാ. വീട്ടിൽ പോണെന്ന് മനസ്സിലായി. അപ്പൊ വണ്ടി ഓടിക്കാൻ പോണു. വണ്ടി ഓടിക്കാൻ പോകുന്നു. ഈ കുട്ടി നോയിച്ചിരിക്കുന്നു. അങ്ങനെ ഊബറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിൻ്റെ അന്ന് ഊബർ വിളിച്ചിട്ട് വരാത്തത് കൊണ്ട് ഒരു ഡൗട്ടായിരുന്നു ഊബർ വരുമോ എന്ന്. പക്ഷെ ഊബർ വന്നു കേട്ടോ. ഓക്കെ അവർക്ക് വണ്ടി വന്നില്ലേ? ശരി എന്നാ. അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ. റോഡിൽ ഫുള്ള് വണ്ടികൾ തന്നെയായിരുന്നു. പയ്യെ ആയിരുന്നു പോയത്. ഞാനത് സ്പീഡിൽ കൂട്ടിയോണ്ടാണ് സ്പീഡ് കൂടിയത് കേട്ടോ. ചിറ്റയും ചിറ്റയുടെ ഭർത്താവും അച്ഛനൊക്കെ ഊബറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ പുറകിലുണ്ട് കേട്ടോ. ഹേ ഗായ്സ്, അപ്പോൾ വീഡിയോ കുറച്ച് നാളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും സോറി പറയുന്നു. ഓണത്തിൻ്റെ വീഡിയോസിലെല്ലാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇടാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇടായിരുന്നോ എന്ന് വിചാരിച്ചിട്ടും നടന്നില്ല കേട്ടോ. ഈ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 5 ദിവസം ഹോസ്പിറ്റലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് ഓണത്തിൻ്റെയൊക്കെ. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ.